രാവിലെ വോട്ടിടാൻ ഇറങ്ങിയതാ സാറേ. അടൂരിൽ നിന്ന് വരുക, ഒരൊറ്റ ബസ്സില്ല. ക്യാൻസർ പിടിച്ച് നിൽക്കുന്ന രോഗിയാണ് ഞാൻ. ഈ വണ്ടി ഒന്ന് വിട്ടു തന്നുകൂടാ ഞങ്ങൾക്ക് പോകാൻ? എത്ര ജനങ്ങൾ ഇവിടെ കിടന്ന് വലയുന്നു ഈ വെയിലത്ത് കിടന്ന്. ആഹാരം പോലും കഴിക്കാതെ നിൽക്കുമോ ഞങ്ങളെല്ലാം? നമുക്ക് ബുദ്ധിമുട്ടില്ലേ സാറേ? അതൊന്ന് ഓർത്ത് നോക്കിയേ. പുനലൂർ KSRTC സ്റ്റാൻഡിലെത്തിയ യാത്രികർ വലഞ്ഞു. ദൂരദേശങ്ങളിലേക്ക് ഉൾപ്പെടെ പോകാൻ എത്തിയ യാത്രക്കാർ പുനലൂർ KSRTC ബസ് സ്റ്റേഷനിലെത്തി മണിക്കൂറുകളോളം ബസ് കാത്തു നിൽക്കേണ്ടുന്ന ഗതികേടിലായിരുന്നു. കണ്ടക്ടർ വന്നിട്ടില്ലെന്നാണ് പറയുന്നത്. 1:20 പോകേണ്ട ബസ്സാണ്. കണ്ടക്ടർ അരമണിക്കൂർ എടുക്കുമെന്ന് പറഞ്ഞു. ബസ് പക്ഷേ 1:10 പിടിച്ച് ഇതുവരെ പോയിട്ടില്ല. റിസർവേഷൻ ആൾക്കാർ ഏകദേശം 30 പേരോളം ഉണ്ട്. കണ്ടക്ടർ വന്നില്ലെന്നാണ് പറയുന്നത്. കണ്ടക്ടർ അരമണിക്കൂർ എടുക്കും ഇതുവരെ. വോട്ട് ചെയ്യാൻ പോയിരിക്കുകയാണെന്ന്. പല മേഖലകളിലേക്കുമുള്ള സർവീസ് പൂർണ്ണമായി നിർത്തിയതോടെ യാത്രികർ ഏറെ ബുദ്ധിമുട്ടി. വോട്ട് ചെയ്ത ശേഷം ജോലി സ്ഥലങ്ങളിലേക്ക് പോകേണ്ടിയിരുന്നവരും വടക്കൻ ജില്ലകളിൽ വോട്ടർമാരായിട്ടുള്ള സർക്കാർ ജീവനക്കാർ ഉൾപ്പെടെ വോട്ട് രേഖപ്പെടുത്താനായി നാട്ടിലേക്ക് പോകേണ്ടിയിരുന്നവരുമാണ് ഏറെ വലഞ്ഞത്. ഇവരെല്ലാം രാവിലെ തൊട്ട് വോട്ടിടാൻ പോയേക്കുവാന്ന്. ഈ സ്റ്റാൻഡിൽ മാത്രമേ ഉള്ളൂ രാവിലെ തൊട്ട് വൈകിട്ട് വരെ വോട്ടിടുന്നത്. ഞങ്ങൾ വോട്ടിട്ടിട്ട് വന്നതാ. അതാണ്ട് വോട്ടിട്ടതാ. നമുക്ക് 10 മിനിറ്റ് മതിയായിരുന്നു, അല്ലെങ്കിൽ അരമണിക്കൂർ. തിരുവനന്തപുരത്ത് നിന്ന് വോട്ടിടാൻ ഇവിടെ വന്നതാ. എന്നിട്ട് അവർക്ക് മാത്രം രാവിലെ തൊട്ട് വൈകിട്ട് വരെ വോട്ട്. നടക്കത്തില്ല. ഇനി ഇവിടെ ഒരു ബസ്സും വിടത്തില്ല. അത്ര ഉള്ളത്തില്ലല്ലേ? എത്ര മണിക്കൂർ കൊണ്ട് ഈ വെയിലത്ത് ഇങ്ങനെ നടക്കുന്നു? ഒരു മര്യാദ വേണ്ടേ? ഞാൻ ഇവിടെ വന്നിട്ടിപ്പോ തന്നെ ഒരു 1.5 മണിക്കൂറിൽ കൂടുതലായി. ഇതുവരെ ഒരു ബസ് പോലും വന്നില്ല. അപ്പൊ അവരോട് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു ഇപ്പൊ ബോർഡ് വെക്കും എന്നാണ് അവർ പറയുന്നത്. ശരിയല്ല, ബോർഡ് വെച്ചത് കണ്ടില്ല. അവിടെ ഒരു ബസ് തിരുവനന്തപുരത്ത് നിന്ന് വന്നത് പുനലൂർ ബോർഡ്, ബാക്കില് തിരുവനന്തപുരം ബോർഡ് തന്നെ കിടപ്പുണ്ട്. അതിന്റെ ഫ്രണ്ടിലെ ഡോറും തുറന്നിട്ടേക്കാണ്. അപ്പൊ അവിടെ ആളില്ല, നമ്മൾ കയറി ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. തിരുവനന്തപുരംകാരെല്ലാം കൂടി ഒരൊറ്റ ബസ് കൊടുക്കില്ല. ഇവർക്ക് മാത്രമേ വോട്ടില്ലേ? ഞങ്ങൾ വോട്ടിടാൻ വന്നവരാ. അതിന് ഞങ്ങൾ കൊല്ലത്തിറങ്ങിയിട്ട് പോകുന്നത്. കൊല്ലത്തിറങ്ങി നീയൊക്കെ കറക്റ്റ് ശമ്പളം വാങ്ങിയതിന്റെ കടപ്പാക്കും. മനസ്സിലായോ? നീയൊക്കെ കറക്റ്റ് ശമ്പളം വാങ്ങിയതിന്റെ കടപ്പാ നീയൊക്കെ കാണിക്കുന്നത്. ഇനി ഞങ്ങൾ കൊല്ലത്തിറങ്ങിയിട്ട് നേരത്തെ നീയൊക്കെ പട്ടികയൊക്കെല്ലായിരുന്നോ? കറക്റ്റ് ശമ്പളം വാങ്ങിയതിന്റെ കടപ്പാ നീയൊക്കെ കാണിക്കുന്നത്. ഇത് 1.5 മണിക്കൂർ സംസാരിക്കാൻ പറ്റുമല്ലോ. എന്തൊക്കെയാണ് സംസാരിക്കാനുള്ള ആളില്ല നാറികളെ എന്നിട്ട് അവര് പറയുന്നുണ്ട് ഇപ്പം വരുന്നു. ഒരു കാര്യം വോട്ടിടാനല്ലേ? ഞങ്ങൾ വോട്ടിടാനായിട്ടാണ് സർക്കാർ പറഞ്ഞു വോട്ടിടാൻ പൊതു അവധിയാണെന്ന്. ഞങ്ങൾക്ക് എന്താ അവധിയായതുകൊണ്ട് വോട്ട് ഇടായതുകൊണ്ട് വന്നു. അതുകൊണ്ട് ഇനി ബസ് ഒന്നും വെളിയിലോട്ട് ഞങ്ങൾ വിടുന്നില്ല. ഇതിനിടെ തെന്മല, ആര്യങ്കാവ്, അച്ചൻകോവിൽ ഉൾപ്പെടെയുള്ള മേഖലകളിലേക്ക് പോകാനെത്തിയ ആളുകളും ബസ് സർവീസ് ഇല്ല എന്നറിഞ്ഞതോടുകൂടി പ്രതിഷേധവുമായി രംഗത്തെത്തി. ബസ് സർവീസ് 90% തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി നൽകിയിരുന്നതിനാൽ യാത്രികരുടെ ആവശ്യം നിറവേറ്റാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ടതോടെ പ്രതികരിക്കാൻ KSRTC അധികൃതരും തയ്യാറായില്ല. ന്യൂസ് ബ്യൂറോ, പുനലൂർ.